നമ്മൾ 9 കില്ലെടുത്ത ഒരു BR മാച്ചിൻ്റെ ഗെയിം പ്ലേ ആണ്. നമ്മളിവിടെ ക്ലോക്ക് ടവറിൽ പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. നമ്മളവിടുത്തെ ഒരു കൊച്ചു വീട്ടിൻ്റെ അകത്തോട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ടീമേറ്റ് നോക്കായിട്ടുണ്ട്. ഓട്ടോറിവുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. നമ്മളെ ടീമേറ്റിൻ്റെ നെറ്റ് പോയിട്ടുണ്ട്. മൂന്നാമത്തെ അവിടെ നല്ല ഫൈറ്റ് നടക്കുകയാണ്. നമ്മൾ 2 പേരെ ഉള്ളതുകൊണ്ട് നമ്മൾ ക്യാമ്പ് അടിച്ചിരിക്കുകയാണ്. അവിടെ നല്ല അടിയാണ്. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കില്ല് കൊണ്ടാൻ പറ്റുമോ. നമ്മളൊരു ഫോറസ്കോപ്പൊക്കെ വാങ്ങിയിട്ട് സെറ്റായി. നമ്മൾ ടീമേറ്റ് നെറ്റ് വന്നു. നമ്മൾ താഴോട്ടിറങ്ങി. നമ്മൾ ഓടിക്കൊണ്ട് പോകുമ്പോൾ അവിടെ ഫൈറ്റ് നടക്കുന്നുണ്ട്. അങ്ങോട്ട് പോവുകയാണ്. അവിടെ എനിമിയുണ്ട്. നമ്മളോട് കുറച്ച് ലൂട്ടൊക്കെ എടുത്ത് സ്നൈപ്പർ ഉണ്ടായിരുന്നു. അവിടെ 2 പേരുണ്ട്. ഫസ്റ്റ് ഷോട്ട് നമ്മൾ കൊടുക്കാനൊക്കെ കൊണ്ടില്ല. പിന്നെ അവൻ്റെ ടീമേറ്റ് താഴെ ചാടി. നമുക്കാണ് 8 HP ഇല്ലായിരുന്നു. അവനാണെങ്കിൽ ഓടി വന്നു. നമ്മളങ്ങനെയൊക്കെ കുത്തി മേടിച്ച് നോക്കിട്ട് കില്ല് ഫിനിഷാക്കി വാളിട്ട് ബാക്കിലോട്ട് പോയി. നമ്മൾ നെട്ടടിക്കുകയാണ്. നമ്മൾ മെഡൊക്കെ അടിച്ചുകൊണ്ട് നിന്ന് HP ഒക്കെ ഫുള്ളാക്കി. അപ്പോഴത്തേക്കാണെങ്കിൽ ഒരുത്തൻ അങ്ങോട്ട് ഓടിപ്പോണുണ്ട്. നമ്മൾ അപ്പുറത്തൂടെ കറങ്ങിയൊന്ന് അടിക്കാമെന്ന് വെച്ച് അവരെ നമ്മൾ ഫുൾ റെഡ് എടുത്ത് നോക്കിയിട്ട് നമ്മൾ പടായി. അപ്പോഴത്തേക്ക് നമ്മുടെ ടീമേറ്റ് വന്ന് അപ്പോഴത്തേക്ക് അവൻ്റെ ടീമേറ്റ് ഓടി വന്നു. നമ്മളെ ടീമേറ്റ് അവനെ ബാക്കിൽ നിന്ന് അടിച്ചിട്ട് എന്നിട്ട് എന്നെ നിറഞ്ഞാക്കി. പിന്നെ നമ്മൾ അവിടെ നിന്ന് കില്ലൊക്കെ ഫിനിഷാക്കി മെഡൊക്കെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അവിടെ നമ്മൾ ലൂട്ടൊക്കെ എടുത്ത് സെറ്റാവുന്നു. ഞാൻ VSS MP5 എടുത്തിട്ടുണ്ട്. മറ്റവൻ്റെ ലിറ്റ് ബോക്സിൽ നിന്നും കുറച്ച് ലൂട്ട് എടുത്ത് ഗണ്ണൊന്നും ചേഞ്ച് ചെയ്തില്ല. വെപ്പണൊക്കെ റിലോഡാക്കി റിപ്പയർ കിറ്റൊക്കെ അടിച്ച് സെറ്റാവുകയാണ്. പിന്നെ നമ്മൾ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കാണെങ്കിൽ അവിടെ റിവൈവ് ആക്കുന്നു. റിവൈവ് പോയിന്റ് ചെയ്ത് നമ്മളാണെങ്കിൽ ഓടി എങ്ങനെയും അവനെ ഫിനിഷാക്കാൻ പോവുകയാണ്. ആണെങ്കിൽ നല്ല ഓട്ടവും ഓടുക. എന്തായാലും പൊക്കൂലെന്നാണ് തോന്നുന്നത്. അപ്പോഴത്തേക്കാണ് നമ്മളെ ടീമേറ്റ് അവനെ വായ്പടിച്ച് അവിടെ അങ്ങനെ ഓടിപ്പോയി. നമ്മൾ വെറുതെ അവിടെ ഇരുന്ന് ആ റിവൈവിലൊന്ന് കംപ്ലീറ്റ് ആക്കി. അതിൻ്റെ ലുക്ക് ബോക്സ് ഇവന് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. വെറുതെ മേടിച്ചുകൊണ്ടിരുന്നു. നമ്മൾ തിരിച്ചോടി. പിന്നെ നമ്മൾ ക്ലോക്ക് ടവറിൻ്റെ മണ്ടയിലോട്ട് ചാടി കയറി. നമുക്ക് M80 കിട്ടിയിട്ടുണ്ട്. നമ്മൾ MP5 മാറ്റി M80 എടുത്ത്. അപ്പോൾ ടീമേറ്റ് പറഞ്ഞു അവിടെ ACT കുഴപ്പമുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് വേണം. നമ്മൾ ACT എടുക്കാൻ പോവാണ്. ആണെങ്കിൽ ACT എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഏതോ എടുത്ത് നമ്മളെ ഹില്ലിച്ചിട്ട് നമ്മളാണെങ്കിൽ അവിടെ തീർക്കാനുള്ള പ്ലാൻ ഓടാൻ പറ്റുന്നില്ല. ഞാനാണെങ്കിൽ വിചാരിച്ച് ഈ പാലത്തിൻ്റെ മണ്ടയിൽ കയറി നടിക്കുന്നത്. അങ്ങനെ പാലത്തിൻ്റെ മണ്ടയിൽ കയറാൻ നോക്കിയത്. പാലത്തിൻ്റെ അവിടെ വന്നപ്പോൾ ഒരുത്തൻ അവിടെ കിടന്ന് ഓടി കളിക്കുന്നുണ്ട്. അവളെ അടിച്ച് പക്ഷെ അടിയൊന്നും കൊണ്ടില്ല. അതാണ് അത്. അങ്ങനെ അവനെ അടിച്ച് അടിയൊന്നും കൊണ്ടില്ല. കുറച്ച് നേരം നമ്മളവിടെ ക്യാമ്പ് അടിച്ച് നിന്ന് സൂമൊക്കെ ചെയ്ത് നോക്കി വേറെ എനിമി ഉണ്ടാകും. അപ്പോഴത്തേക്കാണെങ്കിൽ ഒരുത്ത് നല്ല അടി വന്നു. താഴെ ഇറങ്ങി ഗ്ലൂ ഇട്ട് മെഡൊക്കെ അടിച്ചപ്പോൾ നമ്മുടെ ടീമേറ്റ് നോക്കായി. നമ്മളിങ്ങനെ ബാക്ക് കൊല്ലുമ്പോൾ പിന്നെ അടി കിട്ടി.
പിന്നെ ഇവിടെ ടീമേറ്റ് പറഞ്ഞു അടുത്ത ആഴ്സണിൻ്റെ അടുത്ത് എനിമി ഉണ്ടാകും. നമ്മളവിടെ അപ്പോഴത്തെ നമ്മളവിടെ കണ്ട് അവരുടെ ഒരു ഷോട്ട് എടുത്ത് നമ്മൾ ലൂട്ട് നമ്മളാണെങ്കിൽ നെയ്ഡ് കുക്ക് ചെയ്ത് അതിൻ്റെ അവനാണ് സ്കൈലർ ഇട്ട് വിചാരിച്ച് തീരുമെന്ന്. അപ്പോഴത്തെ നമ്മളെ നെയ്ഡ് അവനെ ലോക്കാക്കി അവൻ്റെ ലൂട്ടൊക്കെ എടുത്ത് സെറ്റായി. അവിടെ വേറെ എനിമി വന്നു. അപ്പോഴാണെങ്കിൽ ബാക്ക് കഴിഞ്ഞ് അവിടെ എവിടെ എനിമി എന്നൊക്കെ നോക്കിയപ്പോൾ നമ്മളെ വേറൊരു ടീമേറ്റ് നോക്കായി. അപ്പോൾ നമ്മൾ ഓടിച്ചെന്ന് വേറൊരു ടീമേറ്റ് അവിടെ ഫൈറ്റ് എടുക്കുകയാണ്. സപ്പോർട്ട് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ബാക്കിൽ നിന്ന് അടിച്ച് അവനെ നമ്മൾ ഏക്കിയും കുടിച്ച് നോക്കിയിട്ട് ഇവനെ നമ്മൾ ഏക്കിയും കുടിച്ച് നോക്കിയിട്ട് നമ്മളെ കില്ലൊക്കെ വിളിച്ചപ്പോൾ ഹിൽ ലിസ്റ്റ് ഇതുവരെ ചത്തിയിട്ടില്ല. ലിസ്റ്റ് ആണെങ്കിൽ ഫ്രണ്ടിലോട്ട് പോവുകയാണ്. നമ്മളിവിടുന്ന് ലൂട്ടൊക്കെ അടിച്ച് ACT ഹാമ്പർ അടിച്ചേക്കാൻ അടുത്ത് അപ്പോഴത്തേക്ക് ബാഗിൽ നിന്നാണ് അടി വന്ന് ലിസ്റ്റാണ് അടിച്ചതെന്നാണ് തോന്നുന്നത്. നമ്മൾ എനിമീനെയൊക്കെ നോക്കി ഒന്നുകൂടെ മെറ്റൊക്കെ അടിച്ച് സെറ്റായാണ്. എനിമി അവിടെ സ്പോട്ട് ചെയ്തിട്ടില്ല. നമ്മളപ്പോൾ ഓടിയപ്പോൾ നമ്മളെ ടീമേറ്റ് ആണെങ്കിൽ ടീം വൈപ്പോട്ട് നോക്കി ലിസ്റ്റ് കംപ്ലീറ്റ് ആയി. പിന്നെ സോൺ പിടിക്കാൻ പറഞ്ഞ ഓടെയാണ്. സോൺ കുറച്ചുകൂടെ ദൂരമാണ്. നമ്മളാണെങ്കിൽ അത് അടിച്ച് പൊട്ടിക്കാൻ നോക്കി, അത് കൊണ്ടില്ല. നമ്മളത് കാര്യമാക്കാതെ ഡ്രോപ്പ് എടുക്കാൻ നിന്ന്. ഇതൊക്കെയാണ് എൻ്റെ ആഴ്സണിൽ നടക്കാനുള്ള കോയിനുണ്ടായിരുന്നത്. അത് കുറച്ച് നേരം ഇതിനകത്ത് നിന്നിട്ട് ഞാൻ ഫ്രണ്ടിലുള്ള ആഴ്സണിൽ എടുക്കാൻ പോയി. നമ്മളെ വെപ്പണൊക്കെ അപ്ഗ്രേഡ് ആക്കാമെന്ന് വെച്ചു. നമ്മൾ ആഴ്സണിലോട്ട് ഓടുകയാണ്. കുറച്ച് ദൂരെയാണ്. ആഴ്സണിലെത്തിയിട്ടുണ്ട്. അതിൽ 1800 ഉണ്ടായിരുന്നു. നമ്മളത് തുറന്ന് അതിനകത്തുള്ള വെപ്പൺ അപ്ഗ്രേഡ് 2 നമ്മളങ്ങ് നോക്കിയിട്ടുണ്ട്. നമ്മൾ M80 90 ലെവലാക്കി. പിന്നെ അവിടുന്ന് രണ്ടാമത്തെ എടുത്തിട്ട് ACT 90 ലെവലാക്കി. പിന്നെ നമ്മൾ സോൺ പിടിക്കുക അവിടെയാണ്. പീക്കിലോട്ട് പോകാനാണ് നോക്കുന്നത്. അവിടുത്തെ ഒരു കോയിനോട് എടുത്ത് അങ്ങനെ ഓടെയാണ്. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ പീക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് മറ്റേ ബൈനാക്കുലറിൻ്റെ സാധനം വാങ്ങിയിട്ട് ഇവിടെ എനിമി ഉണ്ടെന്ന് നോക്കി. പക്ഷെ അവിടെ എനിമി ഇല്ല. പക്ഷെ ഡ്രോണിൽ വേറൊരു എനിമിനെ മാർക്ക് ചെയ്തു. നമ്മൾ ടീമേറ്റ് നോക്കായി. നമ്മൾ പൊക്കാനായിട്ട് ബിഗിൻ്റെ അകത്തോട്ട് പോവുകയാണ്. നമ്മൾ ഓടിപ്പോയി ടീമേറ്റിനെ പൊക്കാനുള്ള പ്ലാനാണ്. നമ്മൾ M80 കൈ പിടിച്ച അവിടെ ആണെങ്കിൽ ഒരു 5-6 ലാൻഡ് മൈൻ ആദ്യം ഓറിയോന്ന് ഇട്ട് വെസ്റ്റ് കൊണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടു. ടീമേറ്റിനെയൊക്കെ പൊക്കി നമ്മൾ അവിടെയാണ്. ടീമേറ്റ് വന്ന് താഴെ എനിമി ഉണ്ടെന്ന് നമ്മളപ്പോൾ അങ്ങോട്ട് പോവാണ്. ഇതേക്കാണെങ്കിൽ വീട്ടിൻ്റെ അകത്ത് ഒരുത്തൻ നിൽക്കുന്നു. നമ്മളവനെ 2 അടി അടിച്ചപ്പോൾ നോക്കായി. പക്ഷെ നമ്മളെ കില്ലാണെങ്കിൽ അവിടെ നിന്ന് വേർത്ത് നീടങ്ങ് ഇട്ട് ആ കില്ലങ്ങ് കുമ്മിയിട്ടുണ്ട്. അവസ്ഥ തന്നെ. അപ്പോൾ വേറെ എവിടുന്ന അവൻ തന്നെ അടിച്ചെന്ന്. അപ്പോൾ നമ്മൾ സൂപ്പർ മണ്ടൊക്കെ അടിച്ച് സെറ്റാവുകയാണ്.
അവനെ പിന്നെ നമ്മൾ കണ്ടില്ല. ടീമേറ്റ് പറഞ്ഞവൻ നോക്കാണെന്ന്. പിന്നെ അവിടെ നിന്ന് പിടിക്കുന്നു. അവനെ നമ്മൾ അടിച്ചങ്ങോട്ട്. പിന്നെ കില്ല് കംപ്ലീറ്റ് ആയിരുന്നു. പിന്നെ അവന് ടീമേറ്റ് പൊക്കാൻ വന്നു. പക്ഷെ അവനെ പിടിച്ചുകൊണ്ട് അവൻ പിന്നെ ബാക്ക് വരുന്നു. ഉടനെ എനിമി നമ്മളെ കൊന്ന എനിമി അവനെ കൊന്നു. നമ്മൾ ഇവിടെ ഗ്ലൂ ഇട്ടായിരുന്നു. അപ്പോഴത്തെ സൈഡിൽ നിന്ന് അവിടെ അടി വന്നു. നമ്മൾ മൈൻഡ് ആക്കിയില്ല. അവിടെ പോയിരുന്നെങ്കിൽ അവിടെ 2 എനിമി വയ്ക്കുന്നു. ഒരു ഡാം കൊടുത്ത് നമ്മളെ ടീമേറ്റ് നൈസിലങ്ങ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് കുറച്ച് ലൂട്ടും ഇനിയെല്ലാവരും അതൊക്കെ എടുത്ത് സെറ്റാവുകയാണ്. പിന്നെ ഓടെ നമ്മൾ ഒരു ഒന്നാം നമ്പറിൻ്റെ നെറ്റ് മൊത്തത്തിൽ പോയി. ഇനിയെല്ലാവരൊക്കെ വലിച്ച് ഓടെയാണ്. പിന്നെ സോൺ എത്തിയപ്പോഴത്തേക്കാണെങ്കിൽ ടീമേറ്റ് പറഞ്ഞ് മണ്ടേന്ന് അടിക്കുന്നു. എനിക്കിതൊരു അടിയുണ്ടെന്നുള്ള ഞാൻ വെച്ച് കണ്ടില്ലെന്ന്. അങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ ടീമേറ്റിന് അടി കിട്ടി. എനിക്ക് അടി കിട്ടി. ഞാൻ ഗ്ലൂ ഇട്ട്. അവരാണെങ്കിൽ ഇവിടെ നല്ല അടി അടിക്കുന്നുണ്ട്. 2 പേരുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. അവൻ നല്ല അടി അടിക്കുന്നുണ്ട്. മരമൊക്കെ ഉണ്ടെന്നൊന്നും അങ്ങനെ അറിയത്തില്ല. ടീമേറ്റ് അവിടെ നൈസിലങ്ങ് വലിയിട്ടുണ്ട്. നമ്മൾ മാത്രം ഇപ്പോൾ അവിടെ ഉള്ളു. ഈവ് ലോക്കായില്ല. നമ്മൾ സൈഡിലോട്ട് അങ്ങ് ആയിപ്പോയി. സൂപ്പർ ബഡ് അടിച്ചില്ല. ഇപ്പം പടമായിരുന്നു. ഞാൻ 2 എണ്ണം അടിച്ചിട്ടുണ്ട്. അമ്മമാരാണെങ്കിൽ ഗ്ലൂ പൊട്ടിച്ചോണ്ടിരിക്കുക. നമ്മളാണെങ്കിൽ ഒരുത്തനെ കുറച്ച് ലാമ്പ് കൊടുത്ത് 2 പേർക്ക് 2 അടി എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുത്തനെ നമ്മൾ മനുഷ്യൻ അടിച്ചപ്പോൾ അവൻ നോക്കായി. നമ്മളെ ഒരു ഗ്ലൂ ആളുള്ളായിരുന്നു. അതുകൂടി ഇട്ടാൽ നമ്മൾ റഷ് അടിക്കാന്ന് വെച്ച് നമ്മളെ MATX കയ്യിൽ പിടിച്ച് തുള്ളി അത്തെത്തി. ഒരു ഗ്ലൂ ലോഡായി. അത് വെച്ച് ഒരെണ്ണോടിട്ട് നേരത്തെ ചാടി വന്ന് അവനെ നെക്കി പിടിച്ച് നോക്കായില്ല. പിന്നെ വേർത്തും ചാടി വന്ന് അവനെ നെക്കി പിടിച്ച് നോക്കിയിട്ട് നേരത്തെ പണ്ടാ പിടിക്കാൻ നോക്കി നടന്നില്ല. പിന്നെ അവനെ റിലോഡാക്കി കുത്തിയൊക്കെ പിടിച്ചു. നമ്മൾ മുഖമൊക്കെ ചെറുതായിട്ടൊന്ന് കാണിച്ച് അവൻ്റെ കുറച്ച് ലൂട്ടൊക്കെ എടുത്ത് നമ്മൾ റിപ്പയർ കിറ്റൊക്കെ അടിച്ച് സെറ്റാവുകയാണ്. ടീമേറ്റൊക്കെ ആണെങ്കിൽ അങ്ങ് എത്തി. നമ്മളാണെങ്കിൽ ടീമേറ്റിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അങ്ങനെ ഒരു ടീമേറ്റിൻ്റെ ഏകദേശം അടുത്തൊക്കെ എത്തി. അപ്പോൾ ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു. നമ്മളിവിടെ വെച്ച് നമ്മൾ വിചാരിച്ച് പാലത്തിൻ്റെ കൊണ്ടിലാണ് എനിമിയെന്ന്. പക്ഷെ അവിടെ ആരുമില്ല. നമ്മൾ താഴെ കൂടെ പോകണ്ടെന്ന് വെച്ചിട്ട് നമ്മളിവിടെ ഗ്ലൂ ഇട്ട് നൈസിലൊന്ന് ഇതാവാൻ നോക്കി. പക്ഷെ ഒന്നും നടന്നില്ല. നമ്മൾ ഇവിടെ എന്തൊക്കെ കാണിച്ചെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടെ. ഇവിടെ ഒരു ഗ്ലൂ ഇട്ട് പിന്നെ അത് അങ്ങോട്ടൊരു ഗ്ലൂ ഇട്ട് എന്തിനാണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടെ. പിന്നെ അതിനേക്ക് മുന്നേ ഗ്ലൂ ഇട്ട് പിന്നെ വിട്ടപ്പോൾ അങ്ങ് പൊട്ടിപ്പോയി. ഞാൻ പിന്നെ അടുത്തങ്ങ് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴെ വഴി ഇറങ്ങി. തുള്ളിച്ചാടിങ്ങനെ വരുമ്പോഴത്തേക്കാണെങ്കിൽ അവിടെ ഒരു ഗ്ലൂ ആൾ ഉണ്ട്. ടീമേറ്റ് പറഞ്ഞാൽ അവിടെ ഇരുന്ന് നമ്മൾ ഒരുത്തനെ അങ്ങ് അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. അതായത് ടീമായി ആക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ 3 പേരെ ബാക്കിയുള്ളൂ. വേണമെങ്കിൽ ഹോണറൊക്കെ. നമ്മളിവിടെ ടീമേറ്റ് സപ്പോർട്ട് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ടീമേറ്റൊക്കെ എപ്പോഴും പാലത്തിൻ്റെ അവിടെയാണ്. നമ്മൾ തന്നെ ഒരു ടീമേറ്റ് ഏകദേശം അടുത്തെത്തിയപ്പോൾ നമ്മൾ കുറച്ച് റഷ് അടിക്കാൻ നോക്കിയാണ്. നമ്മൾ കുറച്ച് ബുള്ളറ്റ് വെറുതെ വാങ്ങിച്ച്. കാരണം അത് ഇൻഫിനിറ്റി ബുള്ളറ്റ് ആയിരുന്നു. നമ്മളൊരു ഗ്ലൂ ഇട്ട് റഷ് അടിക്കാനാണ് പ്ലാൻ. ടീമേറ്റ് ബാക്കി സപ്പോർട്ട് ആണ്. ഈ ടീമേറ്റ് ആണെങ്കിൽ ഗ്ലൂ ഒക്കെ അമ്മ അടിച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫുൾ ഡാം കൊടുത്തിട്ട് ടീമേറ്റേഴ്സിനെ കുമ്പ് അടിച്ചിട്ടുണ്ട്. അവനെ പൊക്കാൻ വന്നപ്പോൾ നമ്മൾ അത് ഫിനിഷാക്കിയിട്ടിട്ടുണ്ട്. ഒരു എനിമി കറങ്ങി സൈഡിൽ വന്നു. നമ്മൾ ഫ്രണ്ടിലത്തെ എനിമീനെ എടുക്കാമെന്ന് പറഞ്ഞ് പോയാണ്. ആണെങ്കിൽ നമ്മൾ ടീമേറ്റ് മറ്റവൻ്റെ അടിയുണ്ട് ചത്ത്. അപ്പോഴേ മനസ്സിലായി കളി പൊട്ടിയെന്ന്. ഞാൻ വിചാരിച്ചവന്മാർക്ക് ഫുൾ ഡാമെന്നും പറഞ്ഞ് കയറി ചെന്ന് കൊടുത്തു.
ഞാൻ ഷോട്ട് അടിച്ചപ്പോൾ ബ്ലൂ ഇട്ട് നമ്മളിവിടെ നൈസിലൊക്കെ പടമായിട്ടുണ്ട്.